ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഇന്നൊരു വൈബ് തേടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ദുബായിൽ ഒരുപാട് റമദാന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ലൈക്ക് റമദാൻ മാർക്കറ്റ്, റമദാൻ ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ മലയാളികളുടെ ഒരു ഏരിയ ആയിട്ടുള്ള കരാമയില് ഒരു കരാമ വൈബ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. ഫുള്ള് ഫുഡ് സ്റ്റാളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു നല്ല അടിപൊളി സെറ്റപ്പ്. വീഡിയോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇതുവരെ നമ്മൾ പോയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ദുബായ് ഇൻ്റർനാഷണൽ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കരാമയിൽ ഭയങ്കര ട്രാഫിക് കേട്ടോ, അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല, നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. എനിക്ക് മെട്രോ കാർഡ് ഉണ്ട്, ശരത്തേട്ടന് കാർഡില്ലാത്തതുകൊണ്ട് ശരത്തേട്ടൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നതാണ്. എല്ലാ 5 മിനിറ്റും ഇടവിട്ട് ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ ട്രെയിന് വന്നു കേട്ടോ, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ADCB മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയത് ആ കരാമയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോൾ ശരിക്കില്ലേ എനിക്ക് നമ്മുടെ മാഹി പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവത്തിൽ ഒക്കെ പോയ പോലെ എത്തും. നാട്ടിലൊക്കെ ഉള്ള പോലെ ചന്ത പോലെ അല്ലേ. ഈ സൈഡിലെ ഭയങ്കര ആൾക്കൂട്ടം, നമുക്ക് എന്താ നോക്കാം. ശരത്തായിട്ട് ഈ ഒരു കടയിൽ നിന്ന് പാനിപൂരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കിട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ കഴിക്കും. കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ മോമോസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കടയിലും ദുബായിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ ഈ ജാർ കേക്കും തരാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒരു ബ്ലൂബെറി ചീസ് കേക്കാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 10 ദിർഹംസിന് ഇത് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി. എല്ലായിടത്തും നല്ല തിരക്കാട്ടോ. ഇവിടെ ഒരു ചേട്ടൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. ഇവിടെ അതുപോലെ എമ്പുരാൻ സർബത്ത്, മോണാലിസ സർബത്ത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങളങ്ങനെ ഒരു കാന്താരി മാങ്ങ വാങ്ങിച്ചു കേട്ടോ. കാന്താരി മാങ്ങയില്ല, രസമുണ്ട്. എല്ലാ കടയിലും ഇതുപോലെ ഉപ്പിലിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഇവിടെയൊക്കെ ചേട്ടന്മാർ നല്ല വൈബ് കേട്ടോ, പാട്ടും ഡാൻസും ഒക്കെ.
ഇവിടെ ചേട്ടന്മാർ നമ്മളെ മാടി വിളിച്ചപ്പോൾ നമ്മളങ്ങനെ ഒരു പിടിയും കോഴിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മത്തോണ എന്താ പിങ്ക് കളറിന്റെ സാധനം. എൻ്റെ മോനെ എന്ത് തിരക്കാൻ നോക്ക്. നമുക്ക് അവിടുന്ന് ആ ഒരു പ്രോൺസ് വാങ്ങിച്ചാലോ ഗൈസ്? നമ്മളങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് പ്രോൺ സ്റ്റിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡൈനമൈറ്റ് പ്രോൺ സ്റ്റിക്ക്. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്നും കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ എന്തോ സ്റ്റേജ് പോലത്തെ സംഭവം കാണുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്ന കണ്ടിട്ട് ഈ ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അവിടുത്തെ ചേട്ടൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഈ സാധനം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ഇൻ്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബായ്.